1980 കലവൂരിൽ പ്രവർത്തനം ആരംഭിച്ച ലിറ്റിൽ ഫ്ലവർ നഴ്സറിയുടെ സ്ഥാപകനും പ്രസിദ്ധ കൃഷിശാസ്ത്രജ്ഞനുമായിരുന്ന ശ്രീ PC വർഗീസ് സാറിന്റെ അർത്ഥവത്തായ വാക്കുകളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. വിശ്വത്തിനു മുഴുവൻ അന്നദാതാവാകുക എന്ന ദൈവിക കർമ്മം നടപ്പിലാക്കുന്നതിനായി പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനം ചെയ്യുകയും സസ്യലതാദികളെ ആദ്യമായിട്ട് നട്ടുവളർത്തുകയും ചെയ്ത ദൈവമാണ് ആദ്യത്തെ കർഷകൻ. ആ ദൈവീക കർമ്മം ഭൂമിയിൽ തുടരുക എന്ന ദൗത്യമാണ് കർഷകന്റേത്. എൻ്റെ പേര് AV സുനിൽ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ലിറ്റിൽ ഫ്ലവർ നഴ്സറി ഞാനിപ്പോൾ നടത്തുന്നു. ഇത് 1980 ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. അന്ന് വെറും ഒരു ഹോബിയായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. എൻ്റെ പിതാവ് PC വർഗീസ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. പുള്ളിയുടെ ഒരു ഒത്താശയോടുകൂടി തുടങ്ങിയതാണ്. ഇന്നിപ്പം 10-12 ജോലിക്കാരുമായിട്ട് ഒരുപാട് പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, പുതിയ പ്രോഡക്ട്സ്. ഞാൻ എൻ്റെ ബേസിക്കായിട്ടുള്ള ഗ്രാജുവേഷൻ വെറുതെ ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്. എങ്കിലും ഇതിലുള്ള ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ ഡിപ്ലോമ നഴ്സറി മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഡിപ്ലോമ എടുത്തിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഈ വിമൻ ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്, നഴ്സറി ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നഴ്സറിയിൽ തെങ്ങിൻ തൈകളുടെ പല ഇനങ്ങൾ കോക്കനട്ട് ബോർഡിൻ്റെ സഹായത്തോടുകൂടി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ഒരുപാട് പ്രോജക്ട്സ് വേറെ ചെയ്യുന്നുണ്ട്. ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റ് ഇതോടുകൂടി ആയുർവേദ മരുന്നേരികളുടെ ശേഖരണം നന്നായിട്ടുണ്ട്. വെജിറ്റബിൾ സീഡ്സ് ഒരുപാട് പല ഇനങ്ങൾ വെജിറ്റബിൾ സീഡ്സ് ഉണ്ട്. നഴ്സറി തുടങ്ങിയതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ 1,00,000 യുവാക്കൾക്ക് തൊഴിൽ എന്ന പദ്ധതിയിൽ അംഗമായി ചേരുകയും അതിൽ വിഷയം നഴ്സറി നിർമ്മാണം എന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ കൂടെ പലരും ഈ വിഷയങ്ങൾ എടുത്തിരുന്നെങ്കിലും അതിൽ നിന്ന് പലരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇന്നും നിലവിൽ വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരു 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം പിന്നെ കൃഷിയെ ഉപേക്ഷിക്കുന്ന ആളുകൾ അതിനു മുമ്പും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തൊഴിൽ, ഗവൺമെൻറ് ഉദ്യോഗം എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്നാൽ എന്തുദ്യോഗത്തെക്കാളും നല്ലത് കൃഷിയും അതുപോലെ അനുബന്ധമായിട്ടുള്ള ഘടകങ്ങൾ, ഇപ്പം നഴ്സറി ആണെങ്കിലും നഴ്സറി അത് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴും നടത്തുന്ന ഈ ബിസിനസ്സിൽ ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ്. ഇത് IASകാർക്കോ ഡോക്ടർമാർക്കോ അങ്ങനെ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി ഒരിക്കലും മനുഷ്യനെ ചതിക്കില്ല.